മക്കൾ സ്കൂളിൽ നിന്ന് വീട്ടിലിരിക്കുമ്പം അവധിയായതുകൊണ്ട് അവർക്ക് ചിലപ്പോഴൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കും കേട്ടോ. എല്ലാ ദിവസമൊന്നുമില്ല, നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാത്രം. സ്കൂളിൽ പോകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ സ്കൂളിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതുകൊണ്ട് രാവിലെ എന്തെങ്കിലും പാല് മാത്രം കുടിച്ചേച്ച് രാവിലെ പോകേണ്ടതുകൊണ്ട് അവരങ്ങ് പോവും. അപ്പം ഈയിടെയായി ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇന്നുണ്ടാക്കുന്നത് ഒരു പഴം പുഴുങ്ങിയതും ഏത്തയ്ക്ക പുഴുങ്ങിയതും മുട്ടയുമാണ്. അതൊരു 2 in 1 രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഞാൻ ഈ കോഴിമുട്ട ഇങ്ങോട്ട് ഇടുന്നുണ്ട്. ഞാനിട്ട മുട്ടയല്ല, കോഴിയിട്ടതാണ്. അപ്പം കോഴിമുട്ട ആദ്യം ഇതിൻ്റെ വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ ഇഡ്ഡലിത്തട്ട് വെച്ച് അതിലേക്ക് പഴമിട്ട് വേവിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ മുട്ട പൊളിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ടിപ്പ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുട്ടയുടെ ചൂടുവെള്ളം കഴിഞ്ഞതിന് ശേഷം അതൊരു തണുത്ത വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിലേക്ക് നല്ലതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ട് കഴിയുമ്പോൾ അത് പെട്ടെന്ന് തൊലി പൊളിക്കാനും പറ്റും. അതുപോലെ ഒരു പീസ് പോലും അതിൽ നടന്നു പോകാതെ ആ മുട്ട റെഡിയായി കിട്ടും. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, പഴം പുഴുങ്ങിയതും മുട്ടയും. അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ടിപ്സും ഇഷ്ടപ്പെട്ടാൽ കൂടിയേക്കണേ. അപ്പം കമൻറ്റ് അറിയിക്കുക. വിൽ സീ യു ലേറ്റർ.